ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ. സാമൂഹ്യക്ഷേമ പെൻഷൻ 1100 ആക്കിയതിന് പിന്നാലെ മാധ്യമപ്രവർത്തക പെൻഷൻ വർദ്ധിപ്പിച്ചു. 6000 രൂപയായിരുന്ന പെൻഷൻ 15000 രൂപയാക്കി ഉയർത്തി. മാധ്യമപ്രവർത്തകർ മരിച്ചാൽ ആശ്രിതർക്ക് 10000 രൂപ പ്രതിമാസം നൽകും. നേരത്തെ ഇത് 3000 രൂപയായിരുന്നു. ബീഹാർ പത്രകാർ സമ്മാൻ പെൻഷൻ പദ്ധതി പ്രകാരം യോഗ്യരായ എല്ലാ പത്രപ്രവർത്തകർക്കും 6000-ന് പകരം 15000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാൻ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, നിതീഷ് എക്സിൽ കുറിച്ചു. കൂടാതെ ബീഹാർ പത്രകാർ സമ്മാൻ പെൻഷൻ പദ്ധതി പ്രകാരം പെൻഷൻ സ്വീകരിക്കുന്ന മാധ്യമപ്രവർത്തകർ മരിച്ചാൽ അവരുടെ ആശ്രിത പങ്കാളിക്ക് ജീവിതകാലം മുഴുവൻ 3000-ന് പകരം 10000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനാധിപത്യത്തിൽ മാധ്യമപ്രവർത്തകർ നിർണായക പങ്ക് വഹിക്കുന്നു. ജനാധിപത്യത്തിന്റെ 4-ാം തൂണാണ് അവർ. സാമൂഹിക വികസനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പത്രപ്രവർത്തകർക്ക് നിഷ്പക്ഷമായി പത്രപ്രവർത്തനം നടത്താനും വിരമിച്ചതിന് ശേഷം അന്തസ്സോടെ ജീവിക്കാനും കഴിയുന്ന തരത്തിൽ തുടക്കം മുതൽ തന്നെ അവരുടെ സൗകര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചു വരുന്നു, നിതീഷ് പറഞ്ഞു. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്ത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച സമയത്താണ് നിതീഷിന്റെ പ്രഖ്യാപനം. വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയിൽ പാർലമെന്റിനകത്തും പുറത്തും ഇന്നലെ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. വോട്ടർ പട്ടികയിലെ പരിശോധനയുടെ ചുരുക്കപ്പേരായ SIR എന്നെഴുതിയ ബോർഡ് കീറി ചവറ്റുകുട്ടയിലിട്ട ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലാണ് പാർലമെന്റിന്റെ പുറത്തെ സമരം ഇന്ന് ആരംഭിച്ചത്. ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കുന്ന തീവ്ര പരിശോധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റ് വളപ്പിലും സമരം നടത്തി. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നേതൃത്വം നൽകി.